പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഒക്ടോബർ മാസം 26-ാം തീയതി ഞായറാഴ്ച. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായം 22-ാമത്തെ വാക്യം. ഇനി ഒരു കുറവ് നിനക്കുണ്ട്, നിനക്കുള്ളതൊക്കെയും വിറ്റ് ദരിദ്രർക്ക് പകർത്തു കൊടുക്കുക, എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്ക എന്ന് പറയും. ഒരു ധനികനായ യുവാവ് യേശുവിനെ സമീപിച്ച് ചോദിക്കുന്നു, നല്ല ഗുരു, എനിക്ക് നിത്യജീവൻ ലഭിക്കേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? അവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചിരിക്കുന്നു. പക്ഷെ യേശു അവൻ്റെ ഹൃദയത്തിലെ യഥാർത്ഥ ബന്ധനം കാണിക്കുന്നു. നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവനിത് കേട്ട് ദുഃഖിതനായി പോയി എന്ന് വേദപുസ്തകം സാക്ഷിക്കുന്നു. കാരണം അവൻ വളരെ ധനവാനായിരുന്നു. ഈ ഭാഗം നമ്മോട് ചോദിക്കുന്നു, നമുക്കും ജീവിതത്തിൽ യേശുവിനേക്കാൾ വിലപ്പെട്ടതായ എന്തെങ്കിലും ഉണ്ടോ? ഇവിടെ രണ്ട് പ്രധാന ചിന്തകൾ നമുക്ക് വെളിപ്പെടുന്നു. ഒന്ന്, ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ ഹൃദയബന്ധനത്തെ പൊട്ടിക്കേണ്ടതുണ്ട്. ഈ യുവാവിനെ കുറിച്ച് നാം വായിക്കുന്നത്, അവൻ നിയമങ്ങൾ പാലിച്ചവനാണ്, പക്ഷേ അവൻ്റെ ഹൃദയം ധനത്തിന് അടിമയായിരുന്നു. ധനത്തോടുള്ളതായ ബന്ധം അവനെ ഒരു ബന്ധനത്തിലാക്കി. അത് അവനെ ദൈവരാജ്യത്തിൽ നിന്ന് അകറ്റി. യേശു പറയുകയാണ്, ഒട്ടകത്തിന് സൂചിക്കുഴയിലൂടെ കടക്കുന്നത് എളുപ്പം, എന്നാൽ ധനവാനായവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന പ്രയാസമത്രേ. ഇതർത്ഥമാക്കുന്നത്, ദൈവം നമ്മുടെ പൂർണ്ണ ഹൃദയത്തെ ആഗ്രഹിക്കുന്നു, അത് ചോദിക്കുന്നു. അവൻ നമ്മുടെ ജീവിതത്തിലെ പ്രഥമ സ്ഥാനം അവൻ ആഗ്രഹിക്കുന്നു. ചാൾസ് ഡിക്കൻസിന്റെ പ്രസിദ്ധമായ ഒരു നോവലാണ് എ ക്രിസ്മസ് കരോൾ. അതിൽ എബനേസർ സ്ക്രൂജ് എന്ന സമ്പന്ന മനുഷ്യനുണ്ട്. അവന് ധാരാളം ധനമുണ്ട്, പക്ഷെ മനസ്സ് കട്ടിയുള്ളതാണ്, സ്നേഹമില്ലാത്തതാണ്. അവൻ പാവപ്പെട്ടവരോടും സഹജീവികളോടും അനാസ്ഥ കാണിക്കുന്നു, അനുകമ്പയില്ലാത്തവനായി പ്രവർത്തിക്കുകയാണ്. ഒരു ക്രിസ്മസ് രാത്രിയിൽ അവനെ 3 ആത്മാക്കൾ സന്ദർശിക്കുന്നുണ്ട്. തൻ്റെ ഭൂതകാലം, വർത്തമാനകാലം, ഭാവി ഇതെല്ലാം അവൻ കാണുകയാണ്. അവനൊരു തിരിച്ചറിവ് അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ഉണ്ടാകുന്നു. ധനം അവന് സന്തോഷം നൽകുന്നില്ല, അതവൻ്റെ ഹൃദയത്തെ മരവിപ്പിച്ചു എന്ന് അവിടെ വായിക്കുന്നു. എന്നാൽ അവന് ലഭിച്ചതായ ധനത്തെക്കുറിച്ച് ലഭിച്ചതായ ആ തിരിച്ചറിവ് അവനെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്. അവൻ്റെ മുൻപിലത്തെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് യാതൊരു നന്മയും പ്രവർത്തിക്കാത്തവനായിരുന്നുവെങ്കിലും അവനുണ്ടായതായ ആ ഒരു വെളിപ്പെടുത്തൽ ദരിദ്രരോട് അനുകമ്പ കാണിക്കുവാൻ, അവർക്ക് സഹായം നൽകുന്ന ഒരനുഭവത്തിലേക്ക്, ധനം കൂട്ടിവെക്കുവാനുള്ളതല്ല, അത് നൽകുവാനായിട്ടുള്ളതാണ്. അത് മറ്റുള്ളവർക്ക് നൽകുമ്പോൾ മാത്രമേ അതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്നതായ ആ ഒരു കാര്യം അവന് മനസ്സിലാക്കുന്നു. അങ്ങനെ അവൻ പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മനോഹരമായ ഈ നോവൽ നമുക്ക് നൽകുന്ന സന്ദേശം, ധനത്തിനോട് നമുക്കുള്ളതായ പ്രതിപത്തി എന്താണ്? എങ്ങനെയാണ് നാം അതിനെ കൈകാര്യം ചെയ്യുന്നത്? അത് നമ്മെ അടിമയാക്കുന്നുണ്ടോ? അതോ മറ്റുള്ളവർക്ക് പ്രയോജനകരമായ രീതിയിൽ ധനത്തെ വിനിയോഗിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നതാണ്. യേശു ധനികനായ യുവാവിനോട് പറയുന്നു, സമ്പത്ത് വിട്ടുകൊടുക്കുക എന്നത് നഷ്ടമല്ല, നിത്യ ജീവനിലേക്കുള്ളതായ വഴിയാണ് എന്ന്. ഈ തിരിച്ചറിവ് നമുക്കും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. രണ്ടാമതായി വേദഭാഗം നമ്മോട് പറയുന്നു,
രക്ഷ ദൈവകൃപയാൽ സാധ്യമാണ്. യുവാവിൻ്റെ ചോദ്യം ഇങ്ങനെയാണ്: എനിക്ക് എന്ത് ചെയ്യണം? അവൻ കരുതിയത് നിത്യജീവൻ അവൻ എങ്ങനെ നേടാൻ സാധിക്കുമെന്നതാണ്. യേശു പറഞ്ഞു, ദൈവത്താൽ ഇതൊക്കെ സാധ്യമാണ്. യേശുവിൻ്റെ കൃപയാലാണ് നിത്യജീവൻ ലഭിക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ശ്രമങ്ങളിൽ ദൈവകൃപ ഉണ്ടാകുമ്പോൾ സകലതും സാധ്യമാകും. നമ്മുടെ ശ്രമങ്ങളിൽ ദൈവകൃപ യാഥാർത്ഥ്യമായി തീരുമ്പോൾ സകലതും സാധ്യമായി തീരും. ദൈവകൃപ ലഭിക്കുവാനായി യേശുവിനോട് പൂർണ്ണമായി അടുക്കുക, യേശുവിനോടൊത്ത് ജീവിക്കുക. അപ്പോൾ അസാധ്യങ്ങൾ സാധ്യമായി മാറും. യേശുവിനേക്കാൾ പ്രിയമായ എന്തെങ്കിലും ഉള്ളിടത്ത് യേശുവിൻ്റെ കൃപ ലഭിക്കുവാൻ സാധിക്കുകയില്ലല്ലോ. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രഥമ സ്ഥാനം യേശുവിന് നൽകുക, അതിലൂടെ നിത്യജീവനിലേക്ക് പ്രവേശിക്കുക. യേശുവിൻ്റെ സന്നിധിയിൽ ജീവിതത്തെ സമർപ്പിക്കുക. സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കും. സമർപ്പണത്തിൻ്റെ ഒരു അനുഭവം, അതാണ് നമ്മുടെ ജീവിതത്തിൽ കരണീയമായിട്ടുള്ളത്. വേദഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സമ്പത്ത് രക്ഷയല്ല, സമർപ്പണമാണ് ദൈവരാജ്യത്തിലേക്കുള്ള വഴിയാകുന്നത്. ദൈവത്തിന് പ്രഥമമായ സ്ഥാനം നൽകി സമർപ്പണത്തിൻ്റെ ഒരു അനുഭവം, ആ ഒരു ജീവിതം നാം ജീവിക്കുക. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ കർത്താവേ, ഞങ്ങളുടെ ഹൃദയത്തെ ശുദ്ധമാക്കണമേ. ലോകസമ്പത്ത്, അഭിമാനം, ഈഗോ, സ്വാർത്ഥത ഇവയൊക്കെ നീക്കി നിന്റെ സ്നേഹത്തിനായി മുഴുവൻ സമർപ്പിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ. അതിലൂടെ അസാധ്യമായവ നിന്റെ കൃപയാൽ സാധ്യമാകുവാൻ ഇടയായി തീരണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.